എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കറണ്ട് അഫയേഴ്സ് ടോപ്പിക് എന്ന് പറയുന്നത് മംഗോളിയൻ കാഞ്ചൂർ ആണ്. അപ്പം എന്താണ് മംഗോളിയൻ കാഞ്ചൂർ? 2025 മംഗോളിയൻ കാഞ്ചൂറിൻ്റെ പ്രസക്തി എന്താണ്? അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മംഗോളിയൻ കാഞ്ചൂർ എന്ന് പറയുന്നത് ബുദ്ധമതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഹോളി ബുക്സാണ് മംഗോളിയൻ കാഞ്ചൂർ എന്ന് പറയുന്നത്. 108 വോള്യത്തിലായിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കൺസൈസ് ഓർഡർ എന്നാണ് ഈ ഒരു മംഗോളിയൻ കാഞ്ചൂറിനെ വിശേഷിപ്പിക്കപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഗൗതമ ബുദ്ധൻ്റെ അദ്ദേഹത്തിൻ്റെ ഡയറക്റ്റായിട്ടുള്ള വേർഡ്സുകളാണ് ഇതിനകത്ത് പ്രതിനിധീകരിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു ബുക്ക് 1970 ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്തത്. അതായത് ടിബറ്റൻ ലാംഗ്വേജിൽ നിന്നും ഡയറക്റ്റ് മംഗോളിയൻ ലാംഗ്വേജിലേക്കാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. അപ്പം ഇന്ത്യയിൽ 2025 എന്താണ് ഈ മംഗോളിയൻ കാഞ്ചൂറിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ കേശവ് പ്രസാദ് മൗര്യ എന്ന് പറയപ്പെടുന്ന ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഓഫ് UP, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഉന്നത പാനലിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഇന്ത്യൻ ഡെലിഗേറ്റ്സ് ഇൻ്റർനാഷണൽ ബുദ്ധിസത്തിൻ്റെ ഇൻ്റർനാഷണൽ കോൺഫറൻസ് റഷ്യയിൽ കൽമിക്കിയ എന്ന് പറയപ്പെടുന്ന ഒരു ഏരിയയിൽ, ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ, അതിൻ്റെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയപ്പെടുന്ന എലിസ്റ്റ എന്ന് പറയപ്പെടുന്നു. എലിസ്റ്റ. അപ്പം ഇതെല്ലാം ക്വസ്റ്റ്യൻസാണ്. അപ്പം എലിസ്റ്റ എങ്ങനെയാണ് പ്രാധാന്യം അറിയിക്കുന്നത്, കൽമിക്കിയ എവിടെയാണ്, റഷ്യയിൽ കൽമിക്കയുടെ പ്രാധാന്യം എന്താണ്, ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസാണ്. ഓക്കെ. അപ്പോൾ അവിടെ വെച്ചാണ് ഈ 3rd ഇൻ്റർനാഷണൽ ബുദ്ധിസ്റ്റ് കോൺഫറൻസ് നടന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു ടെമ്പിൾ, ആ ടെമ്പിളിൻ്റെ പേരെന്ന് പറയുന്നത് കെച്ചനർസ്കി സ്കുരൽ എന്ന് പറയപ്പെടുന്നത് ദാറ്റ് ഈസ് എ ഫേമസ് ബുദ്ധിസ്റ്റ് ടെമ്പിൾ ഇൻ റഷ്യയാണ്. ഈ റഷ്യയിൽ ഈ ബുദ്ധിസ്റ്റ് ടെമ്പിളിൽ നമ്മുടെ ഇന്ത്യൻ ഡെലിഗേറ്റ്സ്, അതായത് കേശവ് പ്രസാദ് മൗര്യയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ഡെലിഗേറ്റ്സ് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു കോപ്പി അവിടെ സമർപ്പിക്കുകയുണ്ടായിരുന്നു. അതാണ് ഈ മംഗോളിയൻ ഗൗരിൻ്റെ വാർത്താ പ്രാധാന്യം എന്ന് പറയപ്പെടുന്നത്. അപ്പം ഇതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് നമുക്ക് പറയപ്പെടുന്നത്. എന്താണ് മംഗോളിയൻ ഗൗരി കാഞ്ചൂർ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക. അത് എന്തുമായിട്ട് കണക്ട് ചെയ്തതാണ്? ബുദ്ധിസമായിട്ട് കണക്ട് ചെയ്തതാണ്. അപ്പോൾ അതിനകത്ത് എത്ര വോളിയമാണ്, ഈ മംഗോളിയൻ കാഞ്ചൂറിനകത്ത് എത്ര വോളിയംസ് ആണുള്ളത്? 108 വോളിയംസ് ആണ് ഉണ്ടായിരിക്കുന്നത്. അത് എലിസ്റ്റ എന്നയുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിക്കുക. എലിസ്റ്റ എന്ന് പറയപ്പെടുന്ന ക്യാപിറ്റൽ സിറ്റി ഓഫ് ദിസ് കൽമിക്കയാണ്. കൽമിക്ക എവിടെയാണെന്ന് ചോദിക്കുക. റഷ്യയിലെ കൽമിക്ക എന്ന് പറയപ്പെടുന്നത്. ഈ 3rd ബുദ്ധിസ്റ്റ് കോൺഫറൻസ് എവിടെ വെച്ചാണ് നടന്നത് എന്ന് പറയുക, റഷ്യയിലെ കൽമിക്കയിൽ വെച്ചാണ് നടന്നിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഈ മംഗോളിയൻ കാഞ്ചൂറുമായിട്ട് റിലേറ്റ് ചെയ്ത് സോ മെനി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്ക് ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ഉറപ്പായിട്ടും എവിടെയെങ്കിലുമൊക്കെ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് കറണ്ട് അഫയേഴ്സിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കിയിരിക്കുക. സോ മെനി ക്വസ്റ്റ്യൻസ് ആർ ദെയർ. ഓഫ് കോഴ്സ് യു ക്യാൻ എക്സ്പെക്ട് 1 question ഫ്രം ദിസ്. ഓക്കെ. അപ്പം ഇതാണ്.